السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, പ്രിയം നിറഞ്ഞ ഉമ്മമാരെ, അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ഇരുലോക വിജയങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള എല്ലാ നല്ല മുറാദുകളും അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ നാലാമത്തേതും അവസാനത്തേതുമായ തിങ്കളാഴ്ച രാവിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ദുൽഹിജ്ജ മാസത്തിന്റെ 26-ാം രാവ് നാളെ 26-ാമത്തെ പകലാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ മുഹറം നമ്മളിലേക്ക് വരികയാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ട്, അതൊക്കെ പരിഹരിച്ച് നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുന്നു, ഒരുപാട് പേര് ദുആ വസിയത്തൊക്കെ പറയുന്നു. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു തആല നിലനിർത്തി തരുമാറാവട്ടെ. ആമീൻ. ചില ആളുകളൊക്കെ ഇപ്പോൾ ദിക്റും സ്വലാത്തും തസ്ബീഹും ഒന്നും ചൊല്ലാനുള്ള ഒരു മൂഡിലല്ല. അവരൊക്കെ ഈ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് അതിൻ്റെ റിസൾട്ടും കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നാളെ തിങ്കളാഴ്ചയാണല്ലോ, അപ്പോൾ നാളെ റിസൾട്ട് വരികയാണ്. ആര് ജയിക്കും, ആര് തോക്കും, ജയിച്ചു കഴിഞ്ഞാൽ അങ്ങനെ, തോറ്റു കഴിഞ്ഞാൽ ഇങ്ങനെ. അപ്പോൾ പല ചർച്ചകളൊക്കെ ഇപ്പോൾ നടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഇപ്പോൾ ആര് ജയിച്ചാലും ആര് തോറ്റാലും നമുക്ക് ഖൈറായ, നമുക്ക് ഉപകാരമുള്ള നല്ല ഭരണാധികാരികൾ വരട്ടെ എന്ന് നമ്മൾ ദുആരക്കുകയാണ്. എന്തായാലും ഇപ്പോൾ ഈ ഒരു ജനവിധി കൊണ്ട് 7-8 മാസമാണ് അവർക്ക് അധികാരം ലഭിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് സാധിച്ചാൽ അത് അവർക്ക് ഗുണമാണ്, ജനങ്ങൾക്കും ഗുണമാണ്. എന്തുമാവട്ടെ, ഖൈറാവട്ടെ. അല്ലാഹു തആല നമുക്കൊക്കെ എല്ലാവിധത്തിലുള്ള നന്മയും ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു നൽകുമാറാവട്ടെ. നമുക്കിനി കൂടുതൽ ചർച്ചയൊന്നുമില്ല, നേരെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദിക്റിന്റെ മജ്ലിസിലേക്ക് കടക്കാം. ഇപ്പോൾ തിങ്കളാഴ്ച രാവാണ്. അൽഹംദുലില്ലാഹ്, നമുക്കൊരു സ്വലാത്ത് പറഞ്ഞിട്ട് നേരെ നമ്മുടെ സദസ്സിലേക്ക് കടക്കാം. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്, നമ്മൾ ഇന്ന് ചൊല്ലാൻ പോകുന്ന സ്വലാത്ത് മഹദിയായ ഫാത്തിമ ബി റളിയല്ലാഹു തആല അൻഹയുമായി ബന്ധപ്പെട്ട സ്വലാത്തുൽ ഫാത്തിമിയാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് ബാക്കി ദിക്റിലേക്ക് കടക്കാം. അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവരും ചൊല്ലിക്കോ ഇൻഷാ അല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി, 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 اللهم صل على النور وأهله، 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 اللهم صل على النور وأهله،
അഹ്ലിഹി അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ 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 അഹ്ലിഹി. ദാരിദ്ര്യമില്ലാതിരിക്കാനും സമ്പത്ത് കുന്നുകൂടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ അല്ല, നമുക്ക് അത്യാവശ്യത്തിന് വേണ്ട പൈസ അല്ലേ. നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നൊന്ന് പോയി ചികിത്സിക്കണ്ടേ, ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരുപാട് ഇസ്മുകളുണ്ട്, നമുക്ക് സമ്പന്നത നേടിത്തരുന്ന ഇസ്മുകൾ. 3 ഇസ്മുകൾ ചേർത്തിട്ട് നമുക്കൊന്ന് പറഞ്ഞാലോ ഒരുപാട് നേട്ടം കിട്ടും, ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓരോ ഇസ്മിനും വ്യത്യസ്തമായ നേട്ടമാണ്. അത് 3ഉം ചേർത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് പറയാം. അല്ലാഹു തആല നമ്മുടെ സമ്പത്തിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. പറഞ്ഞോ, യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഗനിയു യാ മുഗ്നി യാ ദൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് സലാമത്ത് കിട്ടണം അല്ലേ, രക്ഷ കിട്ടണം. നമ്മുടെ ദീനിൽ, നമ്മുടെ ദുന്യാവിൽ, നമ്മുടെ ആഖിറത്തിൽ എപ്പോഴും സലാമത്ത്, രക്ഷയുണ്ടാവണം. സമ്പത്തിൽ രക്ഷയുണ്ടാവണം. നമ്മുടെ കുടുംബത്തിൽ സമാധാനം, രക്ഷയുണ്ടാവണം. അപ്പോൾ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും ജീവിതത്തിൽ ഉടനീളം നമുക്ക് കിട്ടണം. അതിന് നമ്മൾ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പറയുന്ന ഒരു ദിക്റുണ്ട്. ആ ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് പറഞ്ഞാലോ? അത് പൂർണ്ണമായിട്ടല്ല, കുറച്ച് നമുക്ക് പറയാം. ഒന്ന് പറഞ്ഞേ, അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം. പറഞ്ഞു, അല്ലാഹുമ്മ അന്തസ്സലാം വമിങ്കസ്സലാം തബാറക്ത യാ ദൽ ജലാലി
ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം അല്ലാഹുമ്മ അന്തസ്സലാം വമിൻകസ്സലാം തബാറക്ത യാ ദൽ ജലാലി വൽ ഇക്റാം ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും വസയ്യിനു അൽസിനതകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലേ, ഹൃദയങ്ങൾ പ്രകാശിക്കുന്ന സ്വർഗത്തിന്റെ താക്കോലാകുന്ന ലോകത്ത് ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും പുണ്യമായ വാക്കുകളിൽ പ്രധാനപ്പെട്ട ഒന്ന് അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ അല്ലേ? അവിടുത്തെ ഈ ദിക്ർ പറയുമ്പോൾ എല്ലാ വിധത്തിലുള്ള നിഅമത്തും ബറക്കത്തും എൻ്റെ ജീവിതത്തിൽ നിരന്തരമായി റബ്ബേ തരണേ, ഈ ഒരു ദിക്ർ പറഞ്ഞിട്ട് എനിക്ക് മരിക്കാനുള്ള തൗഫീക്ക് തരണേ, എൻ്റെ ആഖിബത്ത് നന്നാക്കി തരണേ എന്ന് മനസ്സിൽ കരുതി ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിക്ർ നമുക്ക് പറയാം. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു
ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വലാത്തുൽ ഫാത്തിഹ് അല്ലേ, ഒരുപാട് നേട്ടമാണല്ലോ യാ റബ്ബ്. സ്വലാത്തുൽ ഫാത്തിഹ് ഒരുപാട് ഉമ്മമാരോ ഉപ്പമാരൊക്കെ നേർച്ചയാക്കി ചൊല്ലുന്നൊരു സ്വലാത്താണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുണ്യമായ രാവിൽ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് ഈ സ്വലാത്തുൽ ഫാത്തിഹ നിത്യമാക്കണം. ഒരുപാട് പോരിശുണ്ട്. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ ഒരുപാട് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാവശ്യം സ്വലാത്തു ചൊല്ലിയ പ്രതിഫലമാണ്. നമുക്കൊന്ന് പറഞ്ഞാലോ, ഒരുപാട് നേട്ടമുണ്ട് ഇൻഷാ അല്ലാഹ്. പറഞ്ഞു اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم.
അല്ലേ? അള്ളാഹുവിന്റെ ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് മനാമിൽ കാണാൻ, സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കാത്തവരാരാണ്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ, അല്ലാഹു തആല സൗഭാഗ്യം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മദീനയിൽ പോവാൻ അല്ലാഹു തആല അവസരം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ നമ്മുടെ എല്ലാ മുറാദുകൾ ഹാസിലാവാനും മദീനയിൽ പോവാനും മുത്തായ ഹബീബിന്റെ കൂടെ നമുക്ക് സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനും ഒരുപാട് സ്വലാത്തുകളുണ്ട്. നമുക്കൊന്ന് പറഞ്ഞാലോ അതിൽപ്പെട്ട ഒരു പുണ്യമായ സ്വലാത്ത് പറഞ്ഞോ. സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ ത്വാഹ റസൂലില്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് അലാ യാസീൻ ഹബീബില്ലാഹ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവിധത്തിലുള്ള നിഅമത്തും എല്ലാവിധ ബറക്കത്തുമുള്ള നല്ലൊരു മജ്ലിസാക്കി അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഉസ്താദ് ദുആരക്കണമെന്ന് നിരവധി ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും പ്രത്യേകിച്ച് കമന്റിലൂടെയൊക്കെ ആരൊക്കെ ദുആ ചെയ്യാൻ പറയുന്നു എല്ലാവർക്കും വേണ്ടി മൊത്തത്തിൽ ഇൻഷാ അല്ലാഹ് ദുആരക്കുന്നു. ഒരാളുകളെയും പ്രത്യേകം എടുത്തു പറയാനുള്ള ബുദ്ധിമുട്ട് കാരണം എല്ലാവരെയും ഒരുമിച്ച് നമ്മൾ ചേർത്ത് ഇൻഷാ അല്ലാഹ് ദുആരക്കുകയാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് ഫാത്തിഹയും അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് ഒക്കെ ഓതിയിട്ട് നേരെ ദുആയിലേക്ക് കിടക്കാം. അല്ലാഹു തആല നമ്മുടെ മജ്ലിസിനെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. നാളെ നമ്മുടെ മജ്ലിസ് ഉണ്ടാകുട്ടോ, എല്ലാവരും പങ്കെടുക്കുക. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. لا إله إلا أنت سبحانك إني كنت من الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. അർഹമുർറഹീമീനായ രാജാതിരാജനായ കരുണയുള്ള റബ്ബേ, ഞങ്ങൾ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെല്ലാവരും നിന്റെ അടിമകളാണ്, നീ ഞങ്ങളുടെ യജമാനനാണല്ലോ അല്ലാ. അടിമകളായ ഞങ്ങൾ യജമാനനായ നിന്റെ മുന്നിലേക്ക് കൈകൾ ഉയർത്തുകയാണ് റബ്ബേ. നീ സ്വീകരിക്കണേ അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾ യാചിക്കുകയാണ്, ഞങ്ങളുടെ തൗബയാണ് ഞങ്ങളുടെ ഈ ദുആ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇസ്തിഗ്ഫാറാണ്, ഞങ്ങളുടെ പാപമോചനമാണ്. നീ സ്വീകരിക്കണേ റബ്ബേ, തട്ടിക്കളയല്ലേ അല്ലാ. ഞങ്ങൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഞങ്ങളുടെ ഈ ദുആയും ഞങ്ങളുടെ ഈ ദിക്റിന്റെ മജ്ലിസും ഞങ്ങളുടെ മുഖത്തേക്ക് വലിച്ചെറിയുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന ഉമ്മമാരെ നീ സ്വീകരിക്കണേ അല്ലാ. ഇവിടുത്തെ വാപ്പമാരെ നീ കബൂലാക്കണേ അല്ലാ. അല്ലാഹുവേ, ജീവിതത്തിൽ ഞങ്ങൾ ഒരുപാട് അബദ്ധങ്ങൾ ചെയ്തവരാണ്. ഞങ്ങൾ അബദ്ധങ്ങൾ ചെയ്തു, തെറ്റുകൾ ചെയ്തു എന്ന് ഞങ്ങൾ സമ്മതിക്കുകയാണ് റബ്ബേ. ഞങ്ങളുടെ തൗബയാണ്, ഞങ്ങളുടെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾ തെറ്റ് ചെയ്യില്ല റബ്ബേ. അല്ലാഹുവേ, ഇനി തെറ്റിലേക്ക് പോകുന്നൊരവസ്ഥ തരല്ലേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ അല്ലാ. അവരുടെ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കണേ അല്ലാ. ഞങ്ങളും മരിച്ച് ഖബറിലേക്ക് പോകാനുള്ളവരാണ്. ഞങ്ങളുടെ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ. ഈ സദസ്സിൽ ആമീൻ പറയുന്ന അല്ലാഹുവേ, ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പാവപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, ഉപ്പമാര്, സഹോദരങ്ങള്, ഞങ്ങൾ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മനസ്സിന്റെ ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, എത്രയോ ഉമ്മമാരും ഉപ്പമാരുമാണ്, പാവപ്പെട്ടവരാണ് അവര് റബ്ബേ. ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ, ഞങ്ങളുടെ വീഡിയോകൾ ഞങ്ങളുടെ മജ്ലിസിന്റെ താഴെ ദുആ വസിയത്ത് പറയാറുണ്ട്. അവരുടെ സന്തോഷങ്ങൾ പങ്കിടാറുണ്ട്, അവരുടെ വിഷമങ്ങൾ പറഞ്ഞ് ദുആ വസിയത്ത് അറിയിക്കാറുണ്ട്. ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്ത് പറയുന്നു, അവരുടെയും ഞങ്ങളുടെയും മനസ്സിന്റെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. വേദനകൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ കടമാണ് ഉസ്താദെ, എങ്ങനെ വീട്ടുമെന്നറിയില്ല. അല്ലാഹുവേ, കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ലേ അല്ലാ. കടങ്ങൾ വീട്ടാനുള്ള എളുപ്പവഴി അവർക്കും ഞങ്ങൾക്കും തുറന്നു തരണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളുടെ കുടുംബത്തിൽ ബറക്കത്തും സലാമത്തും നൽകണേ അല്ലാ. സ്വസ്ഥതയും സമാധാനവും നൽകണേ അല്ലാ. ഒരുപാട് സഹോദരിമാർ ഒരുപാട് പ്രയാസത്തിലാണ്, ഒരുപാട് സഹോദരങ്ങൾ പ്രയാസത്തിലാണ് റബ്ബേ. എല്ലാവരുടെയും പ്രയാസ പ്രശ്നങ്ങൾക്ക് നീ പരിഹാരം കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, വിവാഹപ്രായമെത്തിയിട്ട്
വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാ. വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ ജോലി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ എല്ലാവരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങൾ ജീവിക്കുന്നത് തന്നെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണെന്ന രൂപത്തിലാണ് റബ്ബേ. ഞങ്ങളുടെ മക്കൾ നീ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മക്കളാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവൻ ഞങ്ങളെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പൊന്നുമക്കളാക്കി ഞങ്ങളുടെ മക്കളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ അവരുടെ പഠനത്തിൽ അവരുടെ ജീവിതത്തിൽ നീ ഉയർച്ചയും വളർച്ചയും കൊടുക്കണേ അല്ലാ. പരീക്ഷകളിൽ ഉന്നതമായ മാർക്ക് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഖൈറ് കൊടുക്കണേ അല്ലാ. ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നീ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൊടുക്കണേ അല്ലാ. പടച്ചവനെ ഞങ്ങളുടെ ഭാര്യമാരെ കാക്കണേ അല്ലാ. അല്ലാഹുവേ മജ്‌ലിസിലുള്ള ഉമ്മമാര് ജീവിതത്തിൽ ഒരുപാട് വേദനകളും വിഷമങ്ങളും സങ്കടങ്ങളും സഹിച്ചവരാണ്. ഞങ്ങളുടെ ഉമ്മമാരും ഞങ്ങളുടെ സഹോദരിമാരും റബ്ബേ അവരെ നീ ഇനി വേദനിപ്പിക്കല്ലേ അല്ലാ. അവർക്ക് നീ ഇനി സങ്കടം കൊടുക്കല്ലേ അല്ലാ. ഈ പാവപ്പെട്ട ഉമ്മമാരെ നീ കബൂലാക്കണേ അല്ലാ. അവരുടെ ഒരുപാട് വിഷമങ്ങളും സങ്കടങ്ങളും പറയാൻ അവര് വിതുമ്പി നിൽക്കുകയാണ്. റബ്ബേ അവരുടെ വിഷമങ്ങൾ നീ കാണണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ഈ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്. അവർക്ക് നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെയും അവരുടെയും ബിസിനസ്സിലും കച്ചവടത്തിലും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഇടപാടുകളിൽ എല്ലാവിധത്തുള്ള നിഅമത്തും തരണേ അല്ലാ. കച്ചവടം ലാഭകരമാക്കണേ അല്ലാ. അല്ലാഹുവേ കഷ്ടനഷ്ടങ്ങൾ വരുന്നതിനെ തൊട്ട് കാക്കണേ അല്ലാ. എല്ലാവിധത്തുള്ള ആപത്ത് മുസീബത്തുകളെ തൊട്ട് കാക്കണേ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന കാലമാണ്. അല്ലാഹുവേ മാരകമായ ക്യാൻസർ പോലെ ബ്രെയിൻ ട്യൂമർ പോലെ പേരില്ലാത്ത മരുന്നില്ലാത്ത രോഗങ്ങളെ കൊണ്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ അവകൾ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് ഉമ്മമാർക്ക് ഒരുപാട് ക്യാൻസർ അസുഖം വന്നിട്ട് രോഗങ്ങളായി ഹോസ്പിറ്റലിൽ കഴിയുന്നുണ്ട്, വീടുകളിൽ കഴിയുന്നുണ്ട്. അതുപോലെ നരമ്പിന്റെ ന്യൂറോയിഡ് പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട്. അതുപോലെ തന്നെ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ പോലെ ഒരുപാട് രോഗങ്ങൾ പിടിപെടുന്ന ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളും എല്ലാവർക്കും നീ ശിഫാ കൊടുക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫാ തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ലോക മുഅ്മിനീങ്ങൾക്ക് നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ഒരുപാട് പേര് പ്രയാസത്തിലാണ്, സങ്കടത്തിലാണ്. അല്ലാഹുവേ യുദ്ധഭീതിയിലാണ് പല സ്ഥലങ്ങളും. എല്ലാവർക്കും സമാധാനവും റാഹത്തും കൊടുക്കണേ അല്ലാ. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. മുസ്ലിമീങ്ങൾക്ക് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. പല സ്ഥലത്തും മഴ കനക്കുകയാണ്. എന്നാൽ വിവിധ സ്ഥലങ്ങളിൽ മഴയില്ലാതെ നല്ല ചുട്ടുവേനലിൽ പൊള്ളുന്ന ആളുകളുമുണ്ട്. അല്ലാഹുവേ ഖൈറായ മഴ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഷർറായ അദാബായ മഴയെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ വീടുകളിൽ നീ ബറക്കത്ത് തരണേ അല്ലാ. സലാമത്ത് തരണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് അപകടങ്ങൾ കൂടുന്ന കാലമാണ്. ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, ട്രെയിനുകളിലും അതുപോലെ ഫ്ലൈറ്റുകളിലൊക്കെ സഞ്ചരിക്കുന്നവരാണ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ റബ്ബേ. ആക്സിഡന്റ് മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ എല്ലാവിധത്തുള്ള നിഅമത്തും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഈ സദസ്സ് സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ ഈ സദസ്സിൽ ഞങ്ങളെ ചൊല്ലിയ എല്ലാവിധത്തുള്ള ദിക്റുകൾക്കും തസ്ബീഹുകൾക്കും ഒരുപാട് പ്രതിഫലം ഉണ്ടല്ലോ. അത് മുഴുവനും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇൻഷാ അല്ലാഹ് നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. നമ്മുടെ മജ്‌ലിസിന്റെ ഈ ലിങ്ക് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂലാക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.